ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് കിച്ചൺ ബൈ ആര്യ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഈ കറി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മുടെ ഗ്രീൻ പീസ് നല്ലതുപോലെ കുതിർത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. ഒരു 3-4 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് കുതിർക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ ഓവർനൈറ്റാണ് ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചിരിക്കുന്നത്. രാവിലെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മൾ വേറെ വെജിറ്റബിൾസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രീൻ പീസിന് മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കൂടെ 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ കേൾപ്പിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ പീസൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടും. ഇനി നമുക്കിതിന് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കാം. അതിന് മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ ചിരങ്ങിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് 1 ടീസ്പൂൺ കടുകും 1 വറ്റൽമുളകും ഇട്ട് നല്ലതുപോലെ മൂപ്പിക്കാം. ഇതൊന്ന് മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മീഡിയത്തിലിട്ട് നമുക്ക് ഈ സവാള നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 പച്ചമുളകും 1 വലിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് നമ്മൾ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നല്ലതുപോലെ വെന്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായി മാറി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കിയെടുത്ത ശേഷം നമുക്കിതിൽ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വേണം ഗരം മസാല ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കിയ ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മസാലയും ഗ്രീൻ പീസും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടിപൊളി റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടി കമൻസായിട്ട് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.